അക്കൗണ്ടൻസിയുടെ പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാണ്. അക്കൗണ്ടൻസിയുടെ തേർഡ് ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അതിൽ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നിങ്ങളുടെ അക്കൗണ്ടൻസി ടെക്സ്റ്റ്, നോട്ട് എന്നിവ തുറന്നു വയ്ക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. മീനിങ് ഓഫ് ഗുഡ് വിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഗുഡ് വിൽ എന്താണെന്നും ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് എ ഫോം എന്താണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ മീനിങ് ഓഫ് ഗുഡ് വിൽ. ഗുഡ് വിൽ ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫോം ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്സ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് എബോവ് ദ നോർമൽ പ്രോഫിറ്റ്സ്. ഗുഡ് വിൽ എന്ന് പറയുന്നത് സൽപ്പേരാണ്. അതായത് ദ റെപ്യൂട്ടേഷൻ ഓഫ് എ ഫോം ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്സ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് എബോവ് ദ നോർമൽ പ്രോഫിറ്റ്. ബിക്കോസ് ഓഫ് റെപ്യൂട്ടേഷൻ ആ ഫേമിന് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടേണ്ടതായിട്ടുള്ള നോർമൽ പ്രോഫിറ്റിനേക്കാളും ഭാവിയിൽ കിട്ടാൻ സാധ്യതയുള്ള എക്സ്ട്രാ കിട്ടുന്ന ആ ഗെയിനെയാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ആ റെപ്യൂട്ടേഷൻ കൊണ്ട് അല്ലെങ്കിൽ ആ സൽപ്പേര് കൊണ്ട് ആ ഫേമിന് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സാധാരണ കിട്ടേണ്ടതായിട്ടുള്ള നോർമൽ പ്രോഫിറ്റിനേക്കാളും ഭാവിയിൽ കൂടുതലായിട്ട് കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു ഗെയിൻ, അതാണ് നമ്മളിവിടെ ഗുഡ് വിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗുഡ് വിൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫേമിൻ്റെ സൽപ്പേരിനെ പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേമിൽ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ പാർട്ട്ണർ ക്യാപിറ്റലിനോടൊപ്പം തന്നെ ഗുഡ് വിൽ ഓർ പ്രീമിയം എന്ന് പറയുന്ന ഒരു എമൗണ്ട് കൊണ്ടുവരണം. ഇത് ആ പാർട്ട്ണർ ഏത് പാർട്ട്ണർഷിപ്പ് ഫേമിലേക്കാണോ വരുന്നത് ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഗുഡ് വില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലേക്ക് ഒരു പുതിയ പാർട്ട്ണർ അഡ്മിറ്റഡ് ആകുമ്പോൾ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഗുഡ് വിൽ എത്രയാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്രയും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. നമുക്ക് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ, വാല്യൂ ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ആ മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. നോക്കാം. യൂഷ്വലി ദ മെത്തേഡ്സ് ഓഫ് വാല്യൂയിങ് ഗുഡ് വിൽ ബി mentioned in the partnership deed. However, certain methods are commonly followed which are given below. സാധാരണഗതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഏത് മെത്തേഡിലാണ് ഗുഡ് വിൽ വാല്യൂ ചെയ്യേണ്ടതെന്ന്. എങ്കിലും certain കോമൺ മെത്തേഡ്സ് നമ്മളിവിടെ പറയുകയാണ്. ഒന്ന് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, രണ്ട് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, മൂന്ന് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, നാല് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ തന്നെ രണ്ട് സബ് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ദെൻ അഞ്ചാമത്തെ ആയിട്ട് പ്രസൻറ്റ് വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്സ്. ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. എങ്കിലും ഇത്രയും മെത്തേഡ്സിലൂടെയാണ് അല്ലെങ്കിൽ ഇത്രയും മെത്തേഡ്സുകൾ ഗുഡ് വിൽ വാല്യൂ ചെയ്യാനുണ്ട്. നമുക്ക് എൻ്റെ ഫസ്റ്റ് മെത്തേഡിലേക്ക് പോവാം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. Under this method, the value of goodwill is calculated at agreed number of years purchase of average profits of the business for the past few years. Thus, for calculating goodwill, average profit for the past few years, say 3, 4, 2, 5, അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടാവും to be ascertained. This average profit is multiplied by agreed number of years during which anticipated profit is expected to occur. The resultant figure is taken as the value of goodwill of the firm. ഇപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗുഡ് വിൽ കാണുന്നത് നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ആവറേജ് എടുക്കുക. ആ ആവറേജിനെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് ഗുഡ് വിൽ കിട്ടും. ഇതാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ആവറേജ് പ്രോഫിറ്റ് കാണുന്നതിൻ്റെ ഒരു ഫോർമുല ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് ആസ് യൂഷ്വൽ നമുക്ക് തന്നിട്ടുള്ള പാസ്റ്റ് ഫ്യൂ ഇയേഴ്സിലെ പ്രോഫിറ്റിനെ ടോട്ടൽ ചെയ്തുകൊണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് വി വിൽ ഗെറ്റ് ആവറേജ് പ്രോഫിറ്റ്. ഓക്കെ, നമുക്ക് അപ്പോൾ ഗുഡ് വിൽ എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റിൻ്റെ ഇൻറ്റു നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇതാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ പ്രോഫിറ്റിൻ്റെ ആവറേജ് കാണാം. ആ ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വി വിൽ ഗെറ്റ് ഗുഡ് വിൽ. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ചിലപ്പോൾ പ്രോബ്ലങ്ങളിൽ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ ചിലപ്പോൾ പ്രോഫിറ്റിനെ കൂടാതെ
ചിലപ്പോൾ ലോസ് ഉള്ള ഇയേഴ്സും വരാം. നമുക്കറിയാം എല്ലാ കൊല്ലവും പ്രോഫിറ്റ് തന്നെ ആവണമെന്നില്ല, ലോസസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോസ് ഉള്ള കൊല്ലം വന്നാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഇഫ് ദർ ഈസ് ലോസ് ഇൻ എ ഗിവൻ ഇയർ, that should be deducted from total profits, and the net amount of profit is to be divided by total number of years. Total number of years include the year of loss also, year or years of loss also. അത് ലോസ് ഉള്ളൊരു കൊല്ലം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ആവറേജ് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ടോട്ടൽ ചെയ്യുമ്പോൾ ലോസ് ഉള്ള കൊല്ലത്തെ മാത്രം നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക, അത് ലെസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻക്ലൂഡിങ് ഇയർ ഓഫ് ലോസ്. അതുകൊണ്ട് അത്രയും ചെയ്തിട്ട് പിന്നെ ഗുഡ് വിൽ ആസ് യൂഷ്വൽ നമ്മൾ കാണാറുള്ള പോലെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എക്സാമ്പിൾ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 1. Compute the value of goodwill on the basis of 4 years purchase of the average profit based on the last 5 years. നമുക്ക് തന്നിട്ടുള്ള 5 കൊല്ലത്തെ ലാഭം നോക്കാം. 2010 മുതൽ 14 വരെയുള്ള കൊല്ലങ്ങളിൽ. അപ്പോൾ ലാസ്റ്റ് 5 ഇയേഴ്സ് ആണ്. അപ്പോൾ 2015 ആയിരിക്കണം നമ്മളിപ്പോൾ റണ്ണിങ് ഇയർ. അപ്പോൾ ലാസ്റ്റ് 5 ഇയേഴ്സിലെ 30,000, 40,000, 30,000 അങ്ങനെ 50,000 വരെ 5 കൊല്ലത്തെ തന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഇതിൻ്റെ ഗുഡ് വിൽ കണ്ടുപിടിക്കാനാണ്. നമുക്ക് അതിന് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള പ്രോഫിറ്റിനെല്ലാം ടോട്ടൽ ചെയ്തു. ദാറ്റ് മീൻസ് 30,000 തൊട്ട് 50,000 വരെ പ്രോഫിറ്റിനെ ടോട്ടൽ ചെയ്ത് 5 കൊണ്ട് 5 ഇയേഴ്സിൻ്റെ ആവറേജ് ആണതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ വി വിൽ ഗെറ്റ് ആവറേജ് പ്രോഫിറ്റ്. 2 ലക്ഷത്തിൻ്റെ 5 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 40,000. ഇനി ഗുഡ് വിൽ ഈസ് ഇക്വൽ ടു 4 ഇയേഴ്സ് പർച്ചേസ് എന്ന് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് കൊണ്ട് 4 into 40,000. 4 ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഓഫ് ആൻഡ് ആവറേജ് പ്രോഫിറ്റിൻ്റെ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 40,000 ആണ് ആവറേജ് പ്രോഫിറ്റ്. അതിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 1,60,000. സോ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ച് നമ്മളുടെ ഗുഡ് വിൽ എന്ന് പറയുന്നത് 1,60,000. എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സപ്പോസ് ഈ പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒരു കൊല്ലം ലോസ് ആയിരുന്നു വന്നത് എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 2011 40,000 ലോസ് ആയിരുന്നു എന്ന് വിചാരിക്കാം. സോ നമ്മൾ പ്രോബ്ലം സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കാണാൻ 30,000 പ്ലസ് 40,000 പ്ലസ് 35,000 പ്ലസ് 45,000 പ്ലസ് 50,000 കണ്ടു. ഇത് ലോസ് ഉള്ള കൊല്ലം ഉണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞാൽ ഞാൻ 40,000 നെഗറ്റീവ് ആണെങ്കിൽ 30,000 പ്ലസ് 35,000 പ്ലസ് 45,000 പ്ലസ് 50,000 ലോസ് ഉള്ളത് അതിൽ നിന്ന് ലെസ് ചെയ്യുക, 40,000 ലെസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ലോസ് ഉള്ള ഇയർ ആയാലും നമ്മൾ ഡിവൈഡ് ചെയ്യാൻ എടുക്കും, മൾട്ടിപ്ലൈ ചെയ്യുക, ആസ് യൂഷ്വൽ ഗുഡ് വിൽ കിട്ടും ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു മെത്തേഡിൽ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത മെത്തേഡിലേക്ക് പോവുകയാണ്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. നമ്മൾ സെക്കൻഡ് മെത്തേഡ് പറഞ്ഞിരുന്നു. നോക്കാം. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. Calculation of goodwill in case of average profit method is based on the assumption that there is no change in the profit expected in future. If we expect decreasing or increasing trend, it is better to give a higher weightage to the profit in the recent years and less weightage to the profit in the earlier years. Hence, we can calculate goodwill based on specific weights like നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും 1, 2, 3, 4, 5 അങ്ങനെ റെസ്പെക്റ്റീവ് ഇയേഴ്സിൻ്റെ വെയിറ്റേജ് തരും. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ നമ്മൾ ഒരു അസംഷൻ എന്ന് പറയുന്നത് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ്സ്, അതായത് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സിലെ പ്രോഫിറ്റുകൾ തമ്മിൽ വലിയ വേരിയേഷൻ ഇല്ല എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ആ മെത്തേഡിൽ വെയിറ്റേജ് അല്ലെങ്കിൽ ഗുഡ് വിൽ കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ പറയുന്നത് നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യുകയാണ് ദർ ഈസ് എ ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ് ട്രെൻഡ് ഇൻ ദ പ്രോഫിറ്റ്സ്. പ്രോഫിറ്റിൽ അങ്ങനെ ഒരു ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ് ഫ്ലക്ച്വേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹയർ വെയിറ്റേജ്. അങ്ങനെയാണെങ്കിൽ ഏർലിയർ അല്ലെങ്കിൽ റീസെൻറ്റ് ഇയേഴ്സിലെ പ്രോഫിറ്റിന് ഹയർ വെയിറ്റേജും ഏർലിയർ ഇയേഴ്സിൻ്റെ പ്രോഫിറ്റിന് ലോവർ വെയിറ്റേജും കൊടുത്തുകൊണ്ടുള്ളൊരു മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. വെയിറ്റേജസ് യൂഷ്വലി 1 to അങ്ങനെ നമ്മൾ ഏർലിയർ ഇയേഴ്സിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് 1 തൊട്ട് റീസെൻറ്റ് ഇയേഴ്സിൽ എത്രയാണോ അതുവരെ നമ്മൾ കൗണ്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വെയിറ്റേജ് കൊടുക്കാറ്. ഇത് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഫോർ ദ 5 ഇയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിൽ ഫസ്റ്റ് ഏപ്രിൽ തുടങ്ങി 31st മാർച്ചിലായതുകൊണ്ടാണ് നമുക്ക് 2012, 13, 13, 14 തന്നിരിക്കുന്നത്. പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ട് 23,000 അങ്ങനെ 20,000 വരെ തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓൺ ദ ബേസിസ് ഓഫ് 3 years പർച്ചേസ് ഓർ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്സ് ദ അപ്രോപ്രിയേറ്റ് വെയ്റ്റ്സ് ഫോർ ദ ലാസ്റ്റ് 5 years. നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് വെയിറ്റേജ് 1 to 5 ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് 2012, 13 1, പിന്നെ 2, 13 അങ്ങനെ റീസെൻറ്റ് ഇയേഴ്സിലായിരിക്കും ഹയർ വെയിറ്റേജ് വരിക. നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അത് തന്നെ നമുക്ക് ഈ തന്നിട്ടിരിക്കുന്ന പ്രോബ്ലത്തിന് നമ്മളൊരു
ബോക്സിലാക്കി ടേബിൾ നോക്കുക. ആദ്യം തന്നെ ഇയർ എഴുതി, പ്രോഫിറ്റ് തന്നിട്ടുള്ളതാണ്, വെയിറ്റേജ് നമ്മൾ കൊടുത്തു. ദെൻ പ്രോഫിറ്റ് ഇൻറ്റു വെയിറ്റേജ്, അതാണ് പ്രോഡക്റ്റ്. 23,000 ഇൻറ്റു 1 23,000. ദെൻ സെക്കൻഡ് ഇയറിൽ, ഐ മീൻ 2013-14 23,000 തന്നെയാണ് പ്രോഫിറ്റ്, പക്ഷേ വെയിറ്റേജ് 2 ആണ്, അപ്പോൾ 46,000. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കാണാം, അവസാനത്തെ കൊല്ലം വരെ മൾട്ടിപ്ലൈ ചെയ്തു. 20,000 ഇൻറ്റു 5 1 lakh. ഇനി വെയിറ്റേജുകളെ ടോട്ടൽ ചെയ്തിരിക്കുന്നത് കാണാം. 1 + 2 + 3 + 4 + 5 അങ്ങനെ 15ഉം പ്രൊഡക്റ്റിനെ ആഡ് ചെയ്തു 3,45,000. അപ്പോൾ ശ്രദ്ധിക്കുക, വെയിറ്റേജിനെ ആഡ് ചെയ്തു 15 1 + 2 + 3 + 4 + 5 അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ 15ഉം പ്രൊഡക്റ്റുകളെ തമ്മിൽ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ 3,45,000 കാണാം. ഇനി വെയ്റ്റഡ് ആവറേജ് കാണാം. വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ 3,45,000 ഡിവൈഡഡ് ബൈ 15. സോ നമുക്ക് 23,000 ആണ് വെയ്റ്റഡ് ആവറേജ് കിട്ടുന്നത്. പിന്നെ ആസ് യൂഷ്വൽ ആണ് ഗുഡ് വിൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 23,000 ഇൻറ്റു 3. സോ നമുക്ക് 69,000 ആണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാണുന്നത്. സോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് എന്നെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ മെത്തേഡാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദെൻ നമ്മുടെ മൂന്നാമത്തെ മെത്തേഡിലേക്ക് പോവാണ്, വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ല്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. Super profit is the excess of actual average profit over normal rate of capital. Normal rate on capital is ascertained by multiplying the capital employed with normal rate of return in similar forms. Normal rate on capital is taken as normal profit. So super profit എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. സാധാരണ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫോമിന് മറ്റുള്ള ഫോമിനേക്കാൾ എന്തായാലും കുറച്ച് കൂടുതൽ ലാഭം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫോമിന് ആക്ച്വൽ കിട്ടിയിട്ടുള്ള ലാഭവും അതേപോലത്തെ മറ്റ് അത്രയും റെപ്യൂട്ടഡ് അല്ലാത്ത സാധാരണ ഫോമുകൾക്ക് കിട്ടുന്ന നോർമൽ പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണാം. ആ ഡിഫറൻസിനെയാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ സൂപ്പർ പ്രോഫിറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാണുന്നത്. ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ under this method is ascertained by multiplying the super profit with a certain number of years of purchase. The steps involved in the calculation of value of goodwill under this method are. ഇപ്പോൾ നമ്മൾ ഈ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ certain സ്റ്റെപ്സിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. കാരണം സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, ദെൻ അതിൻ്റെ ബേസിസിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കണം. നോക്കാം നമുക്ക്. അത് തന്നെ കാൽക്കുലേറ്റ് ദ ആവറേജ് പ്രോഫിറ്റ്. ആസ് യൂഷ്വൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രോഫിറ്റുകൾ വെച്ചുകൊണ്ട് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അത് നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ അസർട്ടൈൻ ദ നോർമൽ പ്രോഫിറ്റ് ഓൺ ദ ഈ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോഫിറ്റ് ആണ്. ആ ഫോമിന് നിലവിൽ കിട്ടിയ പ്രോഫിറ്റിനെയാണ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നോക്കുക, അസർട്ടൈൻ ദ നോർമൽ പ്രോഫിറ്റ് ഓൺ ദ ക്യാപിറ്റൽ എംപ്ലോയിഡ് അറ്റ് ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ദിസ് ഈസ് അറൈവ്ഡ് ബൈ അപ്ലൈങ് ദ ഫോളോയിങ് ഫോർമുല. നോക്കാം, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ബൈ 100. അതായത് നോർമൽ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ടാവും, നോർമൽ റേറ്റ് ഓഫ് റിട്ടേണും തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. നോർമൽ പ്രോഫിറ്റ് ഇത്രയേ ഉള്ളൂ, സാധാരണഗതിയിൽ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് ഇത്ര രൂപയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നതും തന്നിട്ടുണ്ടായിരിക്കും. അത് വെച്ച് നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആക്ച്വൽ പ്രോഫിറ്റ് ഓർ ആവറേജ് പ്രോഫിറ്റും കിട്ടി, നോർമൽ പ്രോഫിറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണ്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിഡക്റ്റിംഗ് ദ നോർമൽ പ്രോഫിറ്റ് ഫ്രം ദ ആവറേജ് പ്രോഫിറ്റ്. നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. കാൽക്കുലേറ്റ് ദ ഗുഡ് വിൽ ബൈ multiplying the super profit by decided number of years of purchase. ഓക്കെ, അങ്ങനെ ഗുഡ് വിൽ കിട്ടും. നമുക്കൊരു പ്രോബ്ലം ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, പെട്ടെന്ന് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 3. പ്രോഫിറ്റ്സ് ഓഫ് ദ ഫോം ഫോർ ദ ലാസ്റ്റ് 5 years നമുക്ക് തന്നിട്ടുണ്ട്. നോക്കുക, 2010 മുതൽ 14 വരെയുള്ള 5 കൊല്ലത്തെ ലാഭങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ദ ഫോം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ആ ഫോമിൽ 2,50,000 ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എ ഫെയർ റേറ്റ് ഓൺ ദ ക്യാപിറ്റൽ, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അതിൽ തന്നിട്ടുണ്ട് 10%. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓൺ ദ ബേസിസ് ഓഫ് 3 years പർച്ചേസ്. നമുക്ക് ശ്രദ്ധിക്കാം, ഈ പ്രോബ്ലത്തിൽ നമുക്ക് ആസ് യൂഷ്വൽ ലാസ്റ്റ് 5 years പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. കൂടാതെ ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പോൾ 2,50,000 ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 10% വെച്ച് കിട്ടുമ്പോൾ 2,50,000 10% എത്രയാണോ അതാണ് നോർമൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടേണ്ടത്.
പക്ഷേ ആക്ച്വലി എത്ര കിട്ടിയെന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് സ്റ്റെപ്പിലൂടെ പോവാം. ആദ്യം തന്നെ ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുള്ള പ്രോഫിറ്റുകളെ ടോട്ടൽ ചെയ്തു, ഡിവൈഡഡ് ബൈ 5. നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടി. 1,60,000 5 ഡിവൈഡ് ചെയ്യുമ്പോൾ 32,000 ആണ് ആവറേജ് പ്രോഫിറ്റ് ഓർ ആക്ച്വൽ പ്രോഫിറ്റ്. ഇനി നോർമൽ പ്രോഫിറ്റ്, അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ബൈ 100, 2,50,000 10% 25,000. അതായത് നോർമലി 25,000 ആണ് ഇത്തരത്തിന് ഫേമുകളിൽ കിട്ടേണ്ടതുള്ളൂ. പക്ഷേ നമ്മുടെ ഫേമിന് 32,000 കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് എത്രയെന്ന് നോക്കാം. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് ലെസ് ചെയ്യാം. 32,000 ആണ് നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി 25,000 വരെയാണ് ഇങ്ങനത്തെ ഫേമുകൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു 7,000 എക്സസ് ആണ്. അതാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പേരും വന്നത്. ആ സൂപ്പർ പ്രോഫിറ്റിൻ്റെ ബേസിസിലാണ് ഇവിടെ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത്. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. നമുക്ക് 3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കൊണ്ട് 7,000 ഇൻറ്റു 3, ദാറ്റ് മീൻസ് 21,000. അതാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോവുകയാണ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ന് പറയും. നമ്മുടെ 4th മെത്തേഡാണിത്. അണ്ടർ ദിസ് മെത്തേഡ് ഓൾറെഡി പറഞ്ഞു, 2 സബ് മെത്തേഡുകൾ ഇതിൻ്റെ അണ്ടറിലുണ്ട്. ബൈ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആൻഡ് ബൈ ക്യാപിറ്റലൈസിങ് സൂപ്പർ പ്രോഫിറ്റ്. 2 മെത്തേഡിലൂടെയാണ് ഈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ നമ്മൾ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത്. 2 മെത്തേഡ് നമുക്ക് ഡിപ്പെൻഡ്സ് ഓൺ ക്വസ്റ്റ്യൻ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ ഇതിൽ ആദ്യത്തെ മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. In this method, the value of goodwill is ascertained by deducting the value of net tangible assets. നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ടോട്ടൽ അസറ്റ്സും അതുപോലെ തന്നെ ടോട്ടൽ ലയബിലിറ്റീസും തന്നിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റിൽ നിന്ന് ലെസ് ലയബിലിറ്റീസ് ടു ഔട്ട്സൈഡേഴ്സ് നമ്മൾ ലെസ് ചെയ്യുന്നു. ആ കിട്ടുന്നതാണ് ടോട്ടൽ അല്ലെങ്കിൽ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്. അത് ഫ്രം ദ ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് അത് നമ്മൾ ലെസ് ചെയ്യുന്നു. ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ക്യാപിറ്റലൈസിങ് ദ വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് നോർമൽ റേറ്റഡ്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഒന്ന് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് കണ്ടുപിടിക്കണം. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഐറ്റംസ് നിന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ടാണ്. അതാണ് ഈ മെത്തേഡിൻ്റെ പേര് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് വന്നത്. ഇനി എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുക? നമുക്ക് ഒരു അതിൻ്റെ ഫോർമുല കാണാം. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ശ്രദ്ധിക്കുക, ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമുക്ക് തന്നിട്ടുള്ള നോർമൽ റേറ്റ് ഓഫ് റിട്ടേണെ തിരിച്ചിട്ടിട്ട് അല്ലെങ്കിൽ 100 ബൈ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക. സോ നമുക്ക് ആവറേജ് പ്രോഫിറ്റിനെ ഈ രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ ഒരു ഫിഗർ കിട്ടും. ഇതിനെയാണ് ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ രീതിയിൽ എങ്ങനെ പ്രോബ്ലം ചെയ്യാം എന്ന് നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്. ദ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. അതായത് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പോകേണ്ടതായിട്ടുള്ള സ്റ്റെപ്സ് കാണാം. ആദ്യം തന്നെ ഫൈൻഡ് ഔട്ട് ദ ആവറേജ് പ്രോഫിറ്റ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യണം. കിട്ടുന്ന ഫിഗർ ക്യാപിറ്റലൈസ് ആവറേജ് പ്രോഫിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ടാവും. അതിനെ മറിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 100 ബൈ നോർമൽ റേറ്റ്. This will give the total value of business നമുക്ക് കിട്ടി. Then ascertain the actual capital employed by deducting the outside liabilities from the total asset. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ടോട്ടൽ അസറ്റ് തന്നിട്ടുണ്ടായിരിക്കും, ലയബിലിറ്റീസ് തന്നിട്ടുണ്ടായിരിക്കും. അല്ല, എക്സ്ക്ലൂഡിങ് ഗുഡ് വിൽ ആണ് കേട്ടോ. അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ ടോട്ടൽ അസറ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് കിട്ടും. ഇനി കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ബൈ ഡിഡക്റ്റിംഗ് ദ നെറ്റ് അസറ്റ്സ് ഫ്രം ദ ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ്. അപ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ്സിൽ നിന്ന് നമുക്ക് നേരത്തെ ചെയ്ത് കിട്ടിയ നെറ്റ് അസറ്റ്സ്, ടോട്ടൽ നെറ്റ് അസറ്റ്സ് ലെസ് ചെയ്യുമ്പോൾ എത്രയാണോ അതായിരിക്കും ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ. നമുക്കൊരു പ്രോബ്ലത്തിലൂടെ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ നമ്പർ 4. എ ബിസിനസ് ഹാസ് ഏൺഡ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് 80,000 ഡ്യൂറിങ് ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവശ്യമില്ല. ആൻഡ് ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ in similar type of business 10%. Normal rate of return തന്നു. Find out the value of goodwill by capitalization method. അപ്പോൾ capitalization of average profit method ആണ്. Given that asset of the firm, നമുക്ക് asset of the firm തന്നിട്ടുണ്ട് 7,50,000 and liability of the firm 1 lakh തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട്
നമുക്ക് കണ്ടുപിടിക്കാം. നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ആദ്യം തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ഓൾറെഡി ആവറേജ് പ്രോഫിറ്റ് തന്നതുള്ളത് കൊണ്ട് പിന്നെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ചില പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ആയിട്ട് ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. സോ 80,000 ആണ് ഈ പ്രോബ്ലത്തിലെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇൻറ്റു നമുക്ക് 10% നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. സോ നമ്മൾ ചെയ്തിരിക്കുന്നത് നോക്കുക, 100/10, അതായത് മറിച്ചിട്ടിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, 100/10. സോ വി വിൽ ഗെറ്റ് 8 lakh. അതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. 80,000 ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ 8 ലക്ഷം രൂപ കിട്ടും. 8 ലക്ഷം രൂപയുടെ 10% 80,000. അതാണ് അതിൻ്റെ ലോജിക്ക്. ദെൻ നമുക്ക് നെറ്റ് അസറ്റ് കാണാം. നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് 7,50,000 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ ലയബിലിറ്റീസ് കുറച്ചു. ടോട്ടൽ ഇൻടാഞ്ചിബിൾ അസറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ അസറ്റിൽ നിന്ന് ലയബിലിറ്റീസ് ലെസ് ചെയ്യുമ്പോൾ, ടോട്ടൽ അസറ്റിൽ നിന്ന് ടോട്ടൽ ലയബിലിറ്റീസ് ലെസ് ചെയ്യുമ്പോൾ 7,50,000 മൈനസ് 1 lakh 6,50,000 നെറ്റ് അസറ്റും കിട്ടി. ഇപ്പോൾ നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്, നെറ്റ് അസറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കാം ഗുഡ് വിൽ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ള 8 lakh മൈനസ് നെറ്റ് അസറ്റ്, അതായത് 8 ലക്ഷം മൈനസ് 6,50,000, 1,50,000. ഇതാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ തന്നെ സെക്കൻഡ് മെത്തേഡ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഇതുപോലെ തന്നെയാണ്, പക്ഷേ ഇത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് സൂപ്പർ പ്രോഫിറ്റിനെയാണെന്ന് മാത്രം. നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. ഹിയർ ദ ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് ഈസ് കാൽക്കുലേറ്റഡ്. നമ്മൾ നേരത്തെ ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കറിയാം. ഈ മെത്തേഡിൽ ഹിയർ ദ ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ക്യാപിറ്റലൈസിംഗ് ദ വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്സ് on the basis of normal rate of return. The steps involve the calculation of goodwill. Value of goodwill നോക്കാം. ആദ്യം തന്നെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ആസ് യൂഷ്വൽ നമുക്ക് അസറ്റും ഔട്ട്സൈഡ് ലയബിലിറ്റി ലെസ് ചെയ്യുമ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് കിട്ടും. അസറ്റൈൻ ദ നോർമൽ പ്രോഫിറ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് at the normal rate of return. Apply the following formula. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. നമുക്കിപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിച്ചു. ആ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ വെച്ചുകൊണ്ട് നമ്മൾ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. ദെൻ കാൽക്കുലേറ്റ് സൂപ്പർ പ്രോഫിറ്റ്. അതായത് സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, ആവറേജ് അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് ലെസ് ചെയ്യുക, അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ദെൻ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നോക്കാം, സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുകയാണ് 100 നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുന്നതായിരിക്കുന്നു. സ്റ്റെപ്സ് എല്ലാവരും ഒന്നുകൂടി നോക്കി വയ്ക്കാം. നമുക്ക് പ്രോബ്ലത്തേക്ക് കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 എക്സാമ്പിളാണ്. ഫ്രം ദ ഫോളോയിങ് റിലേറ്റ് ടു ദ പ്രോഫിറ്റ് ഏൺ ബൈ എ ഫോം ഫോർ ദ ലാസ്റ്റ് 4 years. കഴിഞ്ഞ 4 കൊല്ലത്തെ 2012 മുതൽ 15 വരെയുള്ള 4 കൊല്ലത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ അസറ്റ്സ് ഓഫ് ദ ഫോം ആസ് യൂഷ്വൽ 6,40,000, ലയബിലിറ്റീസ് 1,40,000 തന്നിട്ടുണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 6% ആണ്. കാൽക്കുലേറ്റ് ദ ഗുഡ് വിൽ ഓഫ് ദ ഫോം അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വെച്ചുകൊണ്ട് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആവറേജ് പ്രോഫിറ്റ്. ഇതിൽ നമുക്ക് നേരിട്ട് ആവറേജ് പ്രോഫിറ്റ് തരാത്തതുകൊണ്ട് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണ്. ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുള്ള പ്രോഫിറ്റ് 4 കൊല്ലത്തെയാണ്, ഡിവൈഡഡ് ബൈ 4. സോ വി വിൽ ഗെറ്റ് 45,000 ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് ടോട്ടൽ അസറ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ ലയബിലിറ്റീസും ഔട്ട്സൈഡ് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്, അത് ലെസ് ചെയ്യും. സോ നമുക്ക് നേരത്തെ പറഞ്ഞ 6,40,000 നിന്ന് 1,40,000 ലെസ് ചെയ്യുമ്പോൾ 5 ലക്ഷമാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി 5 ലക്ഷം വെച്ചു നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നോർമൽ പ്രോഫിറ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 5 ലക്ഷത്തിൻ്റെ 6% നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. സോ 5 lakh ഇൻറ്റു 6/100 നോർമൽ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ 30,000. നോക്കുക, ആവറേജ് അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് 45,000ഉം നോർമൽ പ്രോഫിറ്റ് 30,000ഉമാണ്. സോ സാധാരണ കിട്ടിയിട്ടുള്ളത് 45,000, ശരിക്കും ഇങ്ങനത്തെ ഫോമുകൾക്ക് കിട്ടേണ്ടത് 30,000ആണ്. അപ്പോൾ എക്സസ് ആണ്, അതിനെയാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് എന്ന് പറയുന്നത് ആക്ച്വൽ. സോ 45,000 മൈനസ് 30,000, 15,000 ആണ് നോർമൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. സോറി, സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റ് വെച്ച് ഗുഡ് വിൽ കാണാമെന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുള്ള സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. സൂപ്പർ പ്രോഫിറ്റ് 15,000 ആണ്. 15,000 ഇൻറ്റു 100/6. ശ്രദ്ധിക്കുക, നോർമൽ റേറ്റിനെ മറിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്തു 100/6. സോ വിൽ ഗെറ്റ് 2,50,000. ഇങ്ങനെയാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കുക.
ഒന്നുകൂടി നോക്കാം നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ്. നമ്മൾ നേരത്തെ സൂപ്പർ പ്രോഫിറ്റിൻ്റെ സ്റ്റെപ്സ് ഒന്ന് പറഞ്ഞിരുന്നു. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ദെൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. നമുക്ക് നേരിട്ട് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരാം. തന്നിട്ടില്ലെങ്കിൽ അസറ്റിൽ നിന്ന് ടോട്ടൽ അസറ്റ്സും ഔട്ട്സൈഡ് ലയബിലിറ്റീസും തന്നിട്ടുണ്ടാവും. അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിച്ച അതേ രീതി തന്നെ എവിടെയും നിന്നിരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ദെൻ അതിൽ നിന്ന് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ദെൻ സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്ത രീതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ നമ്മൾ പ്രോബ്ലം ചെയ്തു. അങ്ങനെ ഗുഡ് വില്ല് നമുക്ക് കണ്ടുപിടിക്കാം 2,50,000. സോ ഇന്ന് നമ്മൾ ഇത്രയും മെത്തേഡുകളാണ് പഠിപ്പിച്ചത്. 4 മെത്തേഡ്: ആവറേജ് പ്രോഫിറ്റ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ദെൻ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. അതായത് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും പഠിച്ചു, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റും പഠിച്ചു. ഞാൻ കുറച്ച് ഹോംവർക്കുകൾ തന്നിട്ടുണ്ട് വിത്ത് ഇൻക്ലൂഡിങ് ആൻസേഴ്സ് അടക്കമാണ്, ചെയ്തു നോക്കുക. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള 4 മെത്തേഡുകളിലെ പ്രോബ്ലംസ് തന്നെയാണ്. ഒന്നുകൂടി അത് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ആ വീഡിയോ ഒന്നും കൂടി കാണുക, നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. എല്ലാവരും ചെയ്യുക, നോക്കുക. ഇത് ലോസ് ഉള്ള പ്രോബ്ലമാണ്. ലോസ് ഉള്ള പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ വീഡിയോ ഒന്നും കൂടി കണ്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സെഷനാണ് നമ്മളിന്ന് എടുത്തത്, മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ല്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കാണുക. അക്കൗണ്ടൻസി നോട്ടിൽ കൃത്യമായിട്ട് ഹോംവർക്കുകളും അതുപോലെ തന്നെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും എഴുതിയെടുത്തിട്ട് വേണം ചെയ്യാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.